വീഡിയോ സെഗ്മെന്റ് ആണ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. പാട്ടിന്റെ പ്രഭാവവുമായി കോമഡി ഉത്സവ വേദിയെ പ്രകാശപൂരിതമാക്കാനെത്തിയ കൊച്ചു പാട്ടുകാരൻ അലൻ മൈക്കിൾ. ചാവറഗിരി CMI സ്പെഷ്യൽ സ്കൂൾ പരപ്പിലെ വിദ്യാർത്ഥിയായ അലൻ മൈക്കിൾ ഇടുക്കി സ്വദേശിയാണ്. ജിജി തോമസ് എന്ന ക്ലാസ് ടീച്ചറാണ് ഈ കൊച്ചുമിടുക്കന്റെ കഴിവുകൾ ആദ്യം തിരിച്ചറിയുന്നത്. ഇന്ന് ഒരു വിദ്യാലയം ഒന്നടങ്കം പ്രോത്സാഹനങ്ങളുമായി ഈ കുട്ടിത്താരത്തിന്റെ പിന്നിലുണ്ട്. പാട്ടും കവിതയുമൊക്കെ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കി ആലപിക്കുന്ന അലൻ മൈക്കിൾ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സംഗീത ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന മറ്റുള്ളവർക്കും ഇന്ന് പ്രചോദന ദീപം കൂടിയാണ്. കോമഡി ഉത്സവ വേദിയിൽ അലൻ മൈക്കിളിന് സ്നേഹസ്വാഗതം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 4. എന്റെ വീട്ടിൽ എന്റെ അമ്മ വന്നിട്ടുണ്ട്, എന്റെ പപ്പ വന്നിട്ടുണ്ട്, എന്റെ ടീച്ചർ വന്നിട്ടുണ്ട്. അത് ശരി, എല്ലാരും വന്നിട്ടുണ്ടെന്ന്. അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ? അതിനു മുമ്പ് എനിക്ക് ആദ്യം പാട്ട് പാടി തരണം. അന്തിക്കടപ്പുറം പാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, പാടുമല്ലേ? കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പോരുന്നല്ല തേരുകളല്ല, ചെമ്മാനം പോരണ തോരയറയൻ, അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോല കൂടയിട്ട് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? മരനീരും മോന്തി നടക്കണ ജമാനത്തെ പൊന്നറയൻ, തലനീരും മോന്തി നടക്കണ ജമാനത്തെ പൊന്നറയൻ, വീട്ടി തുപ്പിയതാണേൽ തുറമണലെല്ലാം പൊന്നാകും. മനത്തെ പുതുറയിൽ പല വീശലും കാണൂല, മനത്തെ പുതുറയിൽ പല വീശലും കാണൂല, വെലദേശി നിറയ്ക്കണ കൂടല് നീനാണെങ്കി പടയ്ക്കൂല, നീനാണെങ്കി പടയ്ക്കൂല. അന്തിക്കടപ്പുറത്തൊരോല കൂടയിട്ട് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പോരുന്നല്ല തേരുകളല്ല, ചെമ്മാനം പോരണ തോരയറയൻ, അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. ഹോയ് അതാണ് കരയിടിലും പാലയിൽ 1000 മുട്ട് വിരിയൂലേ, 1000 മുട്ടിലിറങ്ങാരി ജനിക്കണോ മരമുണ്ട് മറലൂല്ലേ, അക്കരെ ഇക്കരെ ഓടിയെടുക്കുന്നവരോടി വെള്ളം ഒരുങ്ങൂലെ, പിന്നും മലയിലെ ചിപ്പിയിൽ ചിരി മുത്തു തടന്നു തടങ്ങൂലെ, മുത്തു തടന്നു തടങ്ങൂലെ. അന്തിക്കടപ്പുറത്തൊരോല കൂടയിട്ട് 4 മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പോരുന്നല്ല തേരുകളല്ല, ചെമ്മാനം പോരണ തോരയറയൻ, അങ്ങേ കടലിലെ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. താരിത്തക്കിട് താക്കള മക്കള് തൊട്ട് കളിക്കണ കരളിൻ കുട്ടികൾ അക്കരമൊത്ത് ഒരു കൊച്ചു കിടാക്കണിച്ച് വരുന്നത് കണ്ട് മലക്കുടി തട്ടി കലവില് കൂട്ടണ താളത്തുമ്പികളായി മറയത്തുണ്ടുകൾ അറിവിത്തറിയണ വേള പഠിച്ചു മുഴക്കും ചാകര വന്നു കിടപ്പുറമപ്പുറം ആരിത്തക്കിട് താക്കള മക്കള് തൊട്ട് കളിക്കണ കരളിൻ അക്കര മുത്തു കടത്തൊരു കൊത്തു കിടാത്തറിച്ച് വരുന്നത് മലക്കുടി തട്ടി കലവില് കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ മറയ ചെണ്ടകൾ അറിവിത്തറി വേള പഠിച്ചു മുഴക്കും ചാകര വന്നു കിടപ്പുറമപ്പുറം ആകത്തടി കിടത്തു തത്തി ഞാനും കണ്ടേ അവനെ വിടുന്നകലം ഒരുങ്ങിയിറങ്ങിയ കമ്പടി കൂടാനത്തില് വിത്തില് മാടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു
പറയട മൊഴികളിൽ അലയുടെ തകലടെ മുറുകി കണ്ണിട പറയട ഒഴുകലല്ലയോടെ തകിലടെ മറുകി എല്ലാരും കാണണ്ടേ? അത് പോരല്ലോ, ഒരു ഉഗ്രം കൈയടി. എന്താ ഇനി അടുത്തത് കാലൊടിഞ്ഞ് കിടന്ന കിടപ്പില് ബാപ്പ ഇന്ന് വിളിച്ചു പറഞ്ഞു, വിരുന്നുകാരാ 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 വന്നാട്ടെ. അതാണ് നിങ്ങളൊക്കെ പാരഡി എഴുതും പാടും അല്ലേ? കേട്ടോ, പാരഡി റെഡി അല്ലേ? കൈയടിച്ചേ പോരാ പോരാ. One, two, three, four. കാലൊടിഞ്ഞു കിടന്ന കിടപ്പില് പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞു, വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. കാലൊടിഞ്ഞു കിടന്ന കിടപ്പില് പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞു, വിരുന്നുകാരാ 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 വന്നാട്ടെ. കൈയടിച്ചേ. ഓട്ടമാണ് വരുന്നതെങ്കിൽ പാടമാണ് വരുന്നതെങ്കിൽ ഉടനൊരു കട്ടില് വാങ്ങണം. ഇടയിടയ്ക്ക് ചുറ്റികൾ കൊണ്ട് തലക്കടിച്ച് കൊടുക്കണം. കാലൊടിഞ്ഞ് കിടന്ന കിടപ്പില് പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞു, വിരുന്നുകാരാ 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 വന്നാട്ടെ. സന്തോഷത്തോടെ കൈയടിച്ചേ. വരമാണ് വരുന്നതെങ്കിൽ വരമാണ് വരുന്നതെങ്കിൽ നമ്പർ പലതു നിറയ്ക്കണം. അടിച്ചേ. ആദ്യ പാപം തട്ടിയും കിളിയെന്ന് കാസറ്റിട്ട് താക്കണം. കാലഞ്ഞാണ് വരുന്നതെങ്കിൽ കാലഞ്ഞാണ് വരുന്നതെങ്കിൽ ഉടനൊരു സദ്യ ഒരു വേണം. അടിച്ചേ. പാപ്പ കാഞ്ചെ പാപ്പാട്ട് തന്നെ അടിയും നിരവും നടത്തണം. പാപ്പ കാഞ്ചെ പാപ്പാട്ട് തന്നെ അടിയും നിരവും നടത്തണം. കാലൊടിഞ്ഞു കിടന്ന കിടപ്പില് പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞു, വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരോ വിരുന്നുകാരാ വിരുന്നുകാരോ വന്നാട്ടെ. അതാണ് ഇനി അടുത്ത പറയാനുള്ളത്. കവിത കവിത നിങ്ങള് ആദ്യം എന്ത് കണ്ടു? പാട്ട് കണ്ടു. രണ്ടാമത് പാരഡി കണ്ടു. ഇനി കവിതയുണ്ട് കയ്യില്. കവിത 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 ആരെ പറ്റിയാ മോനെ? ദുരിതത്തിന് മാറാൻ കവിത ഒരു മ്യൂസിക് ഇട്ട് പാടാം. മ്യൂസിക് ഇട്ട് പാടാം അല്ലേ? ഇത് നമ്മുടെ മണിച്ചേട്ടനെ പറ്റിയാണ് കേട്ടോ ഈ കവിത. ദുരിതത്തിൻ മാറാല കെട്ടിയ കണ്ണീരുണങ്ങി പുകയായ കൂരൈ അന്തിക്കു മോന്തി ഇരുനുളയുളയിട്ടച്ഛൻ്റെ നാടൻ ചീലുകൾ നാടൻ പാട്ടിൻ്റെ തെങ്ങോല മർമരം തേക്കുപാട്ടിൻ്റെ പുഞ്ചപ്പരപ്പുകൾ കൂർത്തുപാട്ടിൻ്റെ ഊഷ്മളതാളവും ഞാറ്റുപാട്ടിൽ ഉറഞ്ഞ വാത്സല്യവും
ചെരുവി തന്നോളത്തിൽ പാരൽ മീൻ പിടച്ചതും മീനരൽ തോൽ താൽ പിടിച്ചതും ദുരിത കാണ്ഡത്തിന്റെ ചൂണ്ടക്കുളത്തിൽ കുലങ്ങിയ ബാല്യവും കണ്ണുനീരിക്കി ഉപ്പായ കഞ്ഞിയും നുകർന്നു നുണഞ്ഞടി എന്നോ താരമായി പണ്ടു നക്ഷത്രങ്ങളെ നോക്കി പാടിയും കിനാക്കളാൽ മാനത്ത് ഭാരിപ്പറന്നതും ഭുചക്രത്തിലൂടെ നീ താണ്ടിയ ജീവിത കഷ്ടനഷ്ടത്തിൻ കെട്ടരുകളിൽ ദുഃഖങ്ങളെല്ലാം അലിഞ്ഞുറങ്ങാത്ത രാവുകൾ കറുപ്പാർന്ന താരം സ്ക്രീൻ നിറഞ്ഞതും മണിയെന്ന കാലത്തിൻ മണിയായി നിറഞ്ഞതും നീരറ്റ നിസ്വർഗ ശ്വാസമായതും ഒന്നെന്ന പാടത്തെ ചുണ്ടിൽ നിറച്ചു നീ എന്നും മറക്കാതെ അറിയുന്നു നാടിൻ തുടിപ്പുകൾ മറ്റാർക്കുമാവിൽ ഒരിക്കലും താരമേ ജാട സംസ്കാര ശൂന്യമാം ലോകത്തിൽ ചാലക്കുടി എന്ന നാടും തരുക്കളും പുഴയുടെ താളവും പൊന്നാടൻ പാട്ടുകൾ എങ്ങും മുഴങ്ങുന്ന മണി എന്ന പേരുപോൽ ഇനി ഉയരെ പറക്കുവാനാകട്ടെ മണിക്കു മേലൊരു പരത്തിൽ ഒരിക്കലും പാറുവാൻ രക്തം ഉയർപ്പാക്കി നേരിയൊരി കാലത്തിൽ. നമുക്കെന്നാ അച്ഛനെയും അമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാലോ? മൈക്ക് വിളിച്ചോ, വിളിക്കണ്ടവരെ ഞാൻ വിളിക്കാം. പ്ലീസ് കം. വെൽക്കം 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 ടു ദ ഫ്ലോർ ഓഫ് കോമഡി ഉത്സവം. വെൽക്കം കോമഡി ഉത്സവം. മ്യൂസിക് ഇട്ട് നടന്നു വന്നേ. ഇതൊക്കെ ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൂ. ഇത് എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ മുത്ത്. മുത്തോ? അല്ല, എൻ്റെ ചേച്ചി. ചേച്ചി നേഴ്സിംഗ് പഠിക്കുന്നു. എൻ്റെ അമ്മ ഏലപ്പാറയിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്നു. എൻ്റെ പപ്പ പണി ചെയ്യുന്നു. എൻ്റെ ടീച്ചർ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ക്ലാസ് ടീച്ചറാണ്. ഈ ടീച്ചറിനെ ഒന്ന് ചേട്ടൻ പരിചയപ്പെട്ടെ. പിന്നെ ടീച്ചർ മൈക്ക് കൊടുക്കട്ടെ, ടീച്ചറിനെ പരിചയപ്പെടട്ടെ. പറയണേ ഇതിനെ. ആ, ഉറപ്പായിട്ടും. എൻ്റെ പേര് ജിജി. ഞങ്ങൾ പിന്നെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള പിന്നെ പരപ്പെന്ന സ്ഥലത്താണ് സ്കൂള്. 52 കുട്ടികളുണ്ട് അവിടെ. അപ്പം 4ലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലേ? അല്ല, ഞങ്ങൾക്ക് ക്ലാസ് പ്രൈമറി സെക്കൻഡറി അങ്ങനെയാണ്. അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിലാണ്. ഭയങ്കര സ്മാർട്ട് അല്ലേ? അതെ അതെ അതെ, ഞങ്ങളുടെ സ്കൂളിന്റെ തന്നെ ഒരു അഭിമാനമാണ് അവൻ. കാരണം ഞാൻ ഈ സ്പെക്ട്രത്തിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ചേർന്ന് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കാണുന്ന വെച്ചാൽ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷനും ഒന്നും ഒരു ഇതില്ലല്ലോ. ഇല്ലില്ല, അവന് പിന്നെ എഴുതാനാണ് പ്രയാസം. ബാക്കി ഓറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനറിയാം. മോനെ ഗംഭീരമായി കേട്ടോ. താങ്ക് യു. കാരണം നമ്മള് പാടുക എന്ന് മാത്രല്ല, പറഞ്ഞ ഇങ്ങോട്ട് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ. കൈയടിച്ചേ അവിടെ നിന്നേ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് എനർജി തരിക. പിന്നെ ഈ പാട്ടിനിടയിൽ വർത്താനം വെക്കുക എന്ന് പറയുന്നത്, പാട്ടിനിടയിൽ ഈ വർത്താനം വെച്ചിട്ട് കൃത്യ സ്ഥലത്ത് തുടങ്ങണ്ടേത്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. റീമി ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. റീമി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ചേട്ടാ എവിടെ ഇറങ്ങി പോയി, ഇവിടെ കഴിഞ്ഞിട്ട് ബാക്കി പാട്ട് കയറി കൃത്യമായിട്ട് പാടി കയറി പോകും. അതുപോലെ ഉഷാ ഉതുപ്പ് വാക്കിടെ കുത്തുകയറി അതിവിദഗ്ധയാണ്. കൃത്യമായിട്ട് അത്ഭുതം തോന്നുന്ന രീതിയിൽ പാട്ടുകളെ കൈ നിട്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ പാടാം. അതുപോലെയാണ് എനിക്ക് അത്രയും ഗംഭീരമായിട്ട് പാട്ടിൻ്റെ ഇടയിൽ വരികൾ കയറ്റി വെക്കുക, പാടുക.
എത്ര കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇനി അറിയാതെ തെറ്റിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമുള്ള ഒരു പ്രശ്നമില്ല. ഏറ്റവും ഗംഭീരമായിട്ട് പാടിട്ടോ മോനെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ ഇരിക്കുന്ന ആളുടെ പേരെന്തുവാ? അതാണ് രമേഷ് പിഷാരടി. രമേഷ് പിഷാരടി. അലമ്മോനെ മനോഹരമായിരുന്നു കേട്ടോ. അതെ അതെ, രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ എനർജി. താങ്ക് യു. പറയട്ടെ, പറഞ്ഞോ. മണിച്ചേട്ടനൊക്കെ നിൽക്കുന്ന ഒരു പവർ ഉണ്ടായിരുന്നു. അന്തിക്കടപ്പുറത്ത് പാടിയിട്ട് ഇടയ്ക്ക് ലിറിക്സ് പോയിട്ട് ഞാൻ എന്റെ ദൈവം ഇത് എവിടെ ഇട്ട് പിടിക്കും ഒന്നും നോക്കിയില്ല. മിഥുൻ ഇന്ന് നോക്കുന്നത് എവിടെ പിടിക്കും. എന്നിട്ട് മിഥുൻ പാടിക്കിടുന്നു. ഒന്നും മൈൻഡ് ചെയ്തില്ല. അടുത്ത അത് തന്നെ ഒരു എന്ത് പറയാൻ, അത് ഒരു വലിയ കലാകാരനെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്നാലും മോനെ, സ്കൂളിൽ എല്ലാവരും ഞങ്ങൾ തിരക്കിയെന്ന് പറയണം കേട്ടോ. താങ്ക് യു സാർ. ഇനി അടിപൊളി പാട്ടുകാർ വീണ്ടും പറഞ്ഞേ. മാമന്റെ പേരറിയോ? നോബി. അനിയപ്പച്ചേട്ടാ എങ്ങനുണ്ട് മോനെ? പേരെന്താ മോന്റെ? അലൻ മൈക്കിൾ. മോൻ ചേട്ടനെ കരയിപ്പിച്ചിട്ടോ? മണിച്ചേട്ടന്റെ പാടുപാടിയില്ലേ? എന്തൊരു ഫീലിംഗ് ആയിരുന്നു അറിയോ? അമ്മയും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരുന്നാലും അടുത്ത നഴ്സിംഗിലോട്ട് പോകുന്ന ആളാണ്. അറിയാം അല്ലേ? വീട്ടിലും നമ്മൾ ഇത്രയധികം കെയർ എടുക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉറപ്പായിട്ട് ഏറ്റവും നല്ല പ്രൊഫഷൻ അല്ലേ നഴ്സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റുഡൻസ് ആണ് ഈ ഇരിക്കുന്നത്. അതെ, ഗംഭീരമായിട്ട് ഈ ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര അഭിമാനമാണ് സ്കൂളിന്റെ കേട്ടോ. സംസ്ഥാന കലോത്സവത്തില് ഞാൻ 1ാം സ്ഥാനം നേടിയ ഞാൻ സ്വന്തം അലൻ മൈക്കിളാണ്. കൈയടിച്ചേ. ഒരു സമ്മാനം ഞാൻ ഇവിടെ തരാം. ശാന്തിഗിരി ഹൃദയരഞ്ജനിയുടെ ഗിഫ്റ്റ് ആമ്പറ കേട്ടോ. ഒരുപാട് സാധനം ഉണ്ടാവത്ത്, എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, താങ്ക് യു. മ്യൂസിക് കേട്ടാലേ പോകാൻ പറ്റുള്ളൂ. മ്യൂസിക് കിട്ടെ.